അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിർണായകമെന്ന് ഡൊണാൾഡ് ട്രംപ്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമിസ് കടലിടുക്ക് തുറന്നു തന്നില്ല എങ്കിൽ ഇറാന്റെ എല്ലാവിധ ഊർജ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കും. അതിൽ നിന്ന് അവർക്ക് കരകയറാൻ ഈ അടുത്ത കാലത്ത് കഴിയില്ല. അവർക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഭയാനകമായ അവസ്ഥ താൻ സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഊർജ പവർ പ്ലാന്റുകൾ, അതായത് വൈദ്യുതി പ്ലാന്റുകൾ അടക്കം തകർക്കുമെന്നാണ്, 48 മണിക്കൂറുകളിൽ തകർക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. ഇറാൻ പറയുന്നത് വൈദേശിക ശക്തികളുടെ പ്രദേശങ്ങൾക്ക് മുകളിൽ ഞങ്ങൾ തീമഴ പെയ്യിക്കും, അതിനായി ഇറാന്റെ പുത്രന്മാർ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തങ്ങളുടെ ഊർജ്ജ പ്ലാന്റുകൾ ആക്രമിക്കുകയാണ് എങ്കിൽ ചുറ്റോട് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുടെ ഊർജ്ജ പ്ലാന്റുകൾ തകർക്കുമെന്നാണ്. ഇതോടുകൂടി തന്നെ ഒരു കാര്യം വ്യക്തമായി, നിലവിൽ 39 എണ്ണ വാതക ഉൽപാദന കേന്ദ്രങ്ങൾക്ക് ഭാഗികമായ പൂർണ്ണമായ കേടുപാട് വരുത്തിയിട്ടുണ്ട് ഈ യുദ്ധം. ഇപ്പോൾ ഇത് കൂടുതൽ രൂക്ഷമാവുകയാണ് എങ്കിൽ തന്നെ ആ മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഊർജ്ജ പ്ലാന്റുകൾ, പ്രത്യേകിച്ച് എണ്ണ, വാതക, വൈദ്യുതി, ജല സ്രോതസ്സുകൾ അല്ലെങ്കിൽ ജലത്തിന്റെ ഈ ശുദ്ധീകരണ പ്ലാന്റുകൾ അടക്കം തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 48 മണിക്കൂർ നിർണായകമാവുകയാണ്. ഇവിടെ ആകെ ഒരു പ്രതീക്ഷ ഡൊണാൾഡ് ട്രംപ് മാത്രമാണ്. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ പലപ്പോഴും മാറി മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 48 മണിക്കൂർ എന്നുള്ളത് പിന്നീട് ഇല്ലാതാകുമോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.